വി.ഡി. സതീശൻ ഇവര് ഇടതുപക്ഷം അവതരിപ്പിച്ച് അവർ നടപ്പായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലെ ഓരോ ഏരിയയിലെ അതെങ്ങനെ അതിജീവിക്കാമെന്നുള്ള ഫോർമുലയാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. അപ്പൊ അങ്ങനെ കൃത്യമായ ഫോർമുല വെച്ച്, കൃത്യമായ വീക്ഷണത്തോടുകൂടി, കൃത്യമായ വിഷനോടുകൂടി ഒരു ഇലക്ഷനെ അഭിമുഖീകരിച്ച നേതാവ്, ആ നേതാവിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് ഒക്കെ ആരുടെയെങ്കിലും താല്പര്യം അനുസരിച്ച് മീഡിയകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നേതാക്കൾക്ക് സ്വയം തോന്നിയ എനിക്കിനിയിപ്പോ ഒരു മുഖ്യമന്ത്രി ആകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് നഷ്ടപ്പെടൂലേ? കോൺഗ്രസിന് മാത്രം ഒരു എം പി സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സമയത്ത്, അത് നഷ്ടപ്പെടും. ഒരു MLA ജയിച്ചത് രാജിവെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വന്നാൽ ഇതൊന്നും പ്രാവർത്തികമല്ല. കോൺഗ്രസ് നേതൃത്വം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ജനഹിതം അനുസരിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കും. ഇന്നിപ്പോ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രി പദം എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി പദം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മന്ത്രിസഭയിലേക്ക് പോലും ഇല്ല എന്നുള്ളതാണ് വി.ഡി. സതീശന്റെ നിലപാട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും നിലപാടുകളുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ് വി.ഡി. സതീശൻ. അപ്പോൾ വി.ഡി. സതീശൻ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത്, ഞാനിത് നടപ്പാക്കും, എനിക്ക് 5 കൊല്ലം കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അത് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവനാ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് എന്താ കാര്യം? അദ്ദേഹം ഇരിക്കില്ല. അദ്ദേഹത്തെ പോലെ ദീർഘവീക്ഷണത്തോടുകൂടി നല്ല വിഷനോടുകൂടി ഉള്ള ആൾക്കാരല്ല മന്ത്രിസഭയിലുള്ളതെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം നിൽക്കില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം മാറി MLA ആയിട്ട് നിൽക്കും. അദ്ദേഹത്തിന് എന്തെല്ലാം ഫീൽഡിൽ ഷൈൻ ചെയ്യാം, എഴുത്തിൽ ഷൈൻ ചെയ്യാം, പ്രസംഗത്തിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കാണ്. അതുകൂടാണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് തന്നെ ഇല്ല. അദ്ദേഹം വേണ്ട, ഞാൻ MLA ആയിട്ട് ഇരുന്നോളാം, ഞാൻ ഇവിടെ എന്റെ നാട്ടില് വികസന പ്രവർത്തനങ്ങൾ നടത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നിലപാടുകളുടെ രാജാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേ പറ്റൂ. അത് കൊടുത്തിരിക്കും. ജനഹിതം അതനുസരിച്ചിട്ടായിരിക്കും